എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, നമുക്കറിയാം, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് സിനിമ മേഖലയിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചിട്ടും പ്രേക്ഷകരുടെ കാര്യത്തിലും അതുപോലെ സിനിമ റിലീസ് ചെയ്ത ശേഷമുള്ള പ്രൊമോഷൻ്റെ കാര്യത്തിലൊക്കെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് വിശദമായി വിശകലനം ചെയ്യുന്നത്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുൻപ്, അതായത് ഒരു 2010 മുൻപ് ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി സാധാരണ പത്രത്തിൽ പരസ്യം കൊടുക്കും. അതേപോലെ ടെലിവിഷനിൽ, അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണ് സാധാരണ ഉപയോഗിച്ച് വന്ന മാർഗം. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊന്നും താരങ്ങൾക്കൊന്നും വലിയൊരു പ്രൊമോഷൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അതല്ല സ്ഥിതി. ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ സിനിമ താരങ്ങൾ എന്ന പേര് വരെ മാറ്റിവെച്ച്, അതായത് സിനിമ താരങ്ങൾ എന്ന പേര് വന്നത് ശരിക്ക് വർഷങ്ങൾക്ക് മുൻപൊന്നും താരങ്ങളെ നമ്മൾ നേരിട്ട് കാണില്ലായിരുന്നു. ഈ പണ്ട് നസീറിൻ്റെ ഒക്കെ കാലത്ത് 100% ഷൂട്ടിങ്ങും സ്റ്റുഡിയോൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ താരങ്ങളെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പം ശരിക്കും താരങ്ങളല്ല, മാത്രമല്ല സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നില്ല താരമാകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ ഫിലിം സ്റ്റാർസ് വളരെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ പല പ്ലാറ്റ്ഫോംസിലും പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നു, ചില പ്രൊമോഷൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ശരിക്കും ഈ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒരു നടന് അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, അന്ന് മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു പ്രധാനമായി ഉപയോഗിച്ചിരുന്നത്. അതായത് ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. ഇന്നൊരു സിനിമ റിലീസായി കഴിഞ്ഞാൽ റിവ്യൂ നോക്കി അത്രയും മികച്ച ഒരു പ്രതികരണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ സിനിമ കാണാൻ പോകുന്നുള്ളൂ. പക്ഷെ അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 2010 മുൻപുള്ള കാര്യമാണ്. ആ സാഹചര്യത്തിലൊക്കെ ഏത് സിനിമ വന്നാലും ഒരു പരിധിവരെ ആൾക്കാരൊക്കെ പോയി കാണും. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. ഒരുപാട് വിനോദത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ ഫോണിൽ തന്നെ ലഭ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും മികച്ച പ്രതികരണം അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ മാത്രമേ വലിയൊരു വിഭാഗം ആൾക്കാരും സിനിമ കാണാൻ പോകുന്നുള്ളൂ. മാത്രമല്ല, ഇന്ന് ഫാമിലി സിനിമ കാണാൻ പോകുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫാമിലി സിനിമകൾ, ഇപ്പം മുൻപ് ജയറാമൊക്കെ ചെയ്തു വന്ന രീതിയിലുള്ള സിനിമകൾ വിജയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഫാമിലി സിനിമക്ക് പോയി വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു തുക മുടക്കേണ്ടി വരുന്നു. അതേപോലെ തന്നെ ഇന്ന് OTT സൗകര്യമുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിവരെ നല്ല സിനിമയാണെങ്കിൽ തന്നെ അത് ഒരു 45 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞാൽ OTTയിൽ കാണാം എന്ന ഒരു പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു സിനിമ തിയേറ്ററിൽ വന്ന് പോയി കഴിഞ്ഞാൽ ഏകദേശം 5 വർഷമൊക്കെ കഴിയണം പിന്നീട് ആ സിനിമ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 വർഷം, ശരാശരി 3 വർഷമൊക്കെ കഴിയേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഒരു പരിധിവരെ എല്ലാവരും സിനിമ കാണാൻ പോകുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു. പക്ഷെ ഇന്ന് ടോട്ടൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇന്ന് ആ സമയത്തെ ഒരു സ്ഥിരം നമുക്ക് വളരെ ഇഷ്ടമുള്ള കുറേ നടന്മാർ അല്ലെങ്കിൽ നടിമാരുണ്ടായിരുന്നു. ഇപ്പം ഇന്നസെന്റ്, KPC ലളിത, മാമൂക്കോയ തുടങ്ങിയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെ ഒരു സ്ഥിരം നടിമാരില്ല. അത് ഒരു തരത്തിൽ നല്ലതാണ്. കാരണം എന്താണ്, പുതിയ ആർട്ടിസ്റ്റുകൾക്ക് അവസരങ്ങൾ ലഭിക്കും. പക്ഷെ എന്നിരുന്നാലും ഇപ്പം സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയും. ഞാനൊരു
സിനിമ പ്രേമിയാണ്. പ്രത്യേകിച്ചിട്ടും 90 കാലഘട്ടത്തിലെ സിനിമ ഞാൻ റിപ്പീറ്റായി കാണാറുണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയ സിനിമകൾ റിപ്പീറ്റായി കാണാൻ ഉള്ള സിനിമകളല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് സിനിമ മേക്കേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണ്, ഇപ്പൊ സിനിമകൾ OTT സംസ്കാരം ആയതുകൊണ്ട് തന്നെ കൂടുതലും ഒറ്റയ്ക്കാണ് സിനിമ കാണാൻ സാധ്യത. പക്ഷെ പണ്ട് അതല്ല, പണ്ട് ഫാമിലി ആയിട്ടാണ് സിനിമ കാണുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളാണ് പുറത്തിറക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ OTT-യിലൂടെയാണ് ഭൂരിഭാഗം ആൾക്കാരും ഒരു നിശ്ചിത ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ സിനിമ കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറി സിനിമ എന്നുള്ളത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഒരു സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിയായ കഴിവ് ആവശ്യമാണ്. സിനിമയിൽ നിന്ന് ഔട്ടാകാനൊക്കെ സാധ്യത വളരെ കൂടിയ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ ഒരു നടൻ തിരിച്ചു വരുന്നു, ഇത് കംബാക്ക്, അതിൽ നിന്നൊരു ഒരു അർത്ഥമില്ല. കാരണം അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഞാൻ വളരെ സാധാരണക്കാരനാണ്, സാധാരണക്കാരൻ്റെ അഭിപ്രായമായിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ടൊരു സിനിമ വന്നു, നമ്മുടെ നിവിൻ പോളിൻ്റെ ഒരു സിനിമ റിലീസായി. വളരെ നല്ല അഭിപ്രായമാണ് സിനിമക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം തിരിച്ചു വരുന്നു എന്നൊക്കെയാണ് അഭിപ്രായം. പക്ഷെ തിരിച്ചു വരുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്, അദ്ദേഹം നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. തിരിച്ചു വരവ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മഞ്ജു വാര്യർ പണ്ട് പോയി വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയിലേക്ക് അഭിനയിച്ച് തിരിച്ചു വന്നു. അതാണ് തിരിച്ചു വരവ് എന്ന് പറയുന്നത്. അതല്ലാതെ 2-3 സിനിമ പരാജയപ്പെട്ടു, മൂന്നാമത്തെ സിനിമ അടുത്ത സിനിമ അഭിനയിച്ച് അത് വിജയിച്ചു കഴിഞ്ഞാൽ അതിലൊന്നൊരു അർത്ഥമില്ല. അതൊരു വളരെ ബാലിഷമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. അതേപോലെ തന്നെ സിനിമ റിലീസായി കഴിഞ്ഞാൽ ഇത്ര കോടി ക്ലബ്ബ്, ഈ കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് തന്നെ ഫൗളാണ്. കാരണം എന്താണ്, ഈ വർഷങ്ങൾക്ക് മുൻപ് 20 വർഷം മുമ്പുള്ള പണത്തിന്റെ മൂല്യമല്ല ഇന്നുള്ളത്. 20 വർഷങ്ങൾക്ക് മുൻപ് ഒരാൾക്ക് 2000 രൂപ ശമ്പളം എന്ന് വെച്ചാൽ ഭയങ്കരമായിരുന്നു. അത് നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പൊക്കെയുള്ള സിനിമയിൽ 4000 രൂപ അല്ലെ 3500 രൂപ ശമ്പളമുള്ള ഒരാൾ എന്ന് പറയുന്നത് ഭയങ്കര ശമ്പളമായിരുന്നു. അതിന്റെ അർത്ഥം പണത്തിന്റെ മൂല്യത്തിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ 100 കോടി ക്ലബിൽ ഇടം നേടി ആദ്യത്തെ സിനിമ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം പ്രസന്റിൽ പ്രേക്ഷകർക്കിടയിൽ സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ മാറ്റി വെക്കണം എന്നാണ് നമ്മുടെ ഒരു എളിയ അഭ്യർത്ഥന. സിനിമകൾ വരട്ടെ, നല്ല സിനിമയാണെങ്കിൽ വിജയിക്കട്ടെ. അത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് കൂടുതൽ സിനിമകളും വിജയിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ അഭിപ്രായം പറയാൻ ആർക്കും അവകാശമുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ റിവ്യൂ കേട്ട് സിനിമ കാണണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനം എടുക്കാൻ പാടില്ല. കാരണം നമ്മുടെ ടേസ്റ്റ് ആയിരിക്കില്ല അദ്ദേഹം പറയുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട് ആ സിനിമയിലുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലും സിനിമ സെലക്ട് ചെയ്യേണ്ടത്, ഒന്ന് ഒരു നിശ്ചിത റിവ്യൂ കാണാം. 2-ൽ കൂടുതൽ ആൾക്കാർ മോശം അഭിപ്രായം പറഞ്ഞാൽ മേ ബി അതിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവാം. അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവരോട് അഭിപ്രായം ചോദിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്തത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള സിനിമയുടെ മാറ്റങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.